പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. കുഴൽക്കിണി എന്ന കഥ കേൾക്കൂ. വലിയൊരു കുഴൽ കിട്ടിയാൽ ഈ മലമുകളിലെ വെള്ളം താഴെ എത്തിക്കാമായിരുന്നു. കാട്ടിലെ എഞ്ചിനീയറായ ജില്ലൻ കരടി പറഞ്ഞു. പൊള്ളയായ മരത്തടികൾ കൊണ്ടുള്ള കുഴലുകൾ പലതും ചേർത്ത് വച്ചിട്ടും മതിയായില്ല. അധികം നീളമില്ലെങ്കിലും വാവട്ടമുള്ള ഒരു കുഴൽ കിട്ടിയാൽ മതിയായിരുന്നു. അവർ പൊള്ളയായ മരത്തടികളും അന്വേഷിച്ച് നടക്കുമ്പോഴുണ്ട് മിട്ടുമുയൽ വലിയ വായിൽ നിലവിളിച്ചുകൊണ്ട് ഓടി വരുന്നു. ചേട്ടന്മാരെ, രക്ഷിക്കണേ, എൻ്റെ കൂടപ്പിറപ്പ് ജിട്ടു വലിയൊരു കെണിയിൽ വീണിരിക്കുന്നു. ക്യാരറ്റ് കൊതിയനായ അവൻ ചാടി വീണപ്പോൾ ക്യാരറ്റ് വച്ചിരിക്കുന്ന പലക വട്ടം കറങ്ങി ഒരു കുഴലിലൂടെ അവൻ താഴോട്ട് വീണു. ശിങ്കംകുരങ്ങൻ പറഞ്ഞു, ചതിക്കണിയാണെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടും കേൾക്കാതെ ആർത്തി പിടിച്ച് ചാടിയതാണ്. എല്ലാവരും കൂടി ജിട്ടു അകപ്പെട്ട കെണിക്ക് സമീപം എത്തി. കുന്നിൻ ചെരുവിലെ മരത്തിന് ചുവട്ടിലാണ് ചതിക്കണി. വലിയൊരു ടാങ്ക്, അതിനു മുകളിൽ പിടിപ്പിച്ച കുഴലിന് മുകളിലൂടെ വട്ടം കറങ്ങുന്ന ഒരടപ്പ്. ആ അടപ്പിന്മേൽ മെഴുകുകൊണ്ടുണ്ടാക്കിയ കാരറ്റ് പതിപ്പിച്ചു വച്ചിരിക്കുന്നു. അടപ്പിന് മുകളിൽ ചവിട്ടിയാൽ അടപ്പ് വട്ടം കറങ്ങി ചവിട്ടുന്നയാൾ കുഴലിലൂടെ താഴോട്ട് വീഴും. എഞ്ചിനീയർ കരടി കെണിയുടെ തത്വം വിവരിച്ചു. ഈ കുഴൽ പറിച്ചെടുത്താൽ മുയലിനെ രക്ഷിക്കുകയും നമ്മുടെ ആവശ്യം നടക്കുകയും ചെയ്യും. കരടി പറഞ്ഞു, എങ്കിൽ നമുക്ക് ആനച്ചേട്ടനെ വിളിച്ചുകൊണ്ടുവരാം. കൂട്ടുകാർ ആനച്ചേട്ടനെ വിളിച്ചുകൊണ്ടുവന്നു. ഇതുപോലെ വലിയൊരു കുഴിയിലാണ് എൻ്റെ അമ്മയെ ദുഷ്ടരായ മനുഷ്യർ വീഴ്ത്തിയത്. ഈ കെണി ഞാനിപ്പോൾ പറിച്ചു തരാം എന്നു പറഞ്ഞ് കുട്ടിക്കൊമ്പൻ കുഴൽ വലിച്ചെടുത്തു ടാങ്ക് സഹിതം മുയലിനെ പുറത്തെത്തിച്ചു. ജീവൻ രക്ഷപ്പെട്ട സന്തോഷത്തിൽ മുയൽക്കുട്ടൻ ഓടിയപ്പോൾ ജലക്ഷാമം തീരാനുള്ള വഴി കണ്ടെത്തിയ സന്തോഷത്തോടെ കൂട്ടുകാർ മലമുകളിലേക്ക് നടന്നു.